ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു AB വ്ലോഗ്സ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ഡേ ഇൻ മൈ ലൈഫാണ്. രാത്രി 12 മണിക്ക് സ്റ്റാർട്ട് ചെയ്യുവാണ് നമ്മുടെ ഒരു ദിവസം. അപ്പോൾ ഞങ്ങളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് എറണാകുളത്തുള്ള റെയിൽവേ സ്റ്റേഷനിലേക്കാണ്. അപ്പോൾ നമുക്ക് ട്രിവാൻഡ്രത്തേക്കാണ് പോകേണ്ടത്. രാത്രി 1:20 ട്രെയിൻ ഉണ്ടായിരുന്നത്. അപ്പോൾ അവിടെ ചെന്നപ്പോഴാണ് നമ്മൾ ട്രെയിൻ ലേറ്റാണ്. 2 മണിക്കായിരുന്നു ട്രെയിൻ വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷെ നമ്മൾ കുറച്ച് നേരത്തെ ചെല്ലുകയും ചെയ്തു, ട്രെയിൻ ലേറ്റ് ആവുകയും ചെയ്തു. അപ്പോൾ നമുക്ക് ഭയങ്കര വലിയൊരു പോസ്റ്റാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവിടെ ആണെങ്കിൽ ഭയങ്കര തിരക്കായിരുന്നു. എല്ലാവരും കിടന്ന് ഉറങ്ങുന്ന ഈ കസേരയുടെ താഴെയൊക്കെ കിടന്ന് ഉറങ്ങുന്നതുകൊണ്ട് നമുക്ക് ഇരിക്കാനും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ദേ ഒരു ചേട്ടൻ ഇരുന്ന് സീരിയൽ കാണുന്നുണ്ടോ. അപ്പോൾ അങ്ങനെ ലേറ്റായിട്ടാണെങ്കിലും നമ്മുടെ ട്രെയിന് പതുക്കെ മന്ദം ഇഴഞ്ഞു വരുന്നുണ്ട്. വരുന്നതാണ് നമ്മുടെ ട്രെയിന്. 2 മണിയായി, സമയം വന്നിട്ട് 2 മണിയായി. അപ്പോൾ നമുക്ക് പിന്നെ വേറെ പ്രത്യേകിച്ച് പണിയൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. അപ്പോൾ രാത്രി ആയതുകൊണ്ട് തന്നെ നമ്മൾ പെട്ടെന്ന് ട്രെയിനിൽ കയറി ഉറങ്ങാമെന്നാണ് ഓർത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എൻ്റെ മോനിക്ക് യാത്ര കുറച്ച് ഹരകരമായ കാര്യമായതുകൊണ്ട് അവനാണെങ്കിൽ ഉറങ്ങുന്നേ ഉണ്ടായിരുന്നില്ല. കാരണം ട്രെയിനിൽ ലേറ്റൊക്കെ ഇട്ടിട്ടാണല്ലോ ഇരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവന് കുറച്ച് ഉറങ്ങാൻ വേണ്ടിയിട്ട് ലേറ്റായി. അപ്പോൾ ഒരു 3:30 ആയി അവൻ ഉറങ്ങുമ്പോഴത്തേനും. അപ്പോൾ നമ്മൾ ഇപ്പോൾ പോകുന്നത് നമ്മൾ ട്രിവാൻഡ്രം കിംസ് ഹോസ്പിറ്റലിലേക്കാണ്. നമ്മുടെ മെഡിക്കൽ ചെക്കപ്പിന് വേണ്ടിയിട്ട് കിംസ് ഹോസ്പിറ്റലിലാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ രാവിലെ 5:30 നമ്മൾ എറണാകുളത്തല്ല നമ്മുടെ ട്രിവാൻഡ്രത്തുള്ള റെയിൽവേ സ്റ്റേഷനിലെത്തിയത്. അപ്പോൾ അവിടെയും ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഫ്രഷായി ഡ്രസ്സൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്ത് ചെറിയ തോതിലൊന്ന് മേക്കപ്പൊക്കെ ഇട്ടിട്ട് വേണം നമുക്ക് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ കിംസിൽ നമുക്ക് അപ്പോയിൻമെൻറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നത് 7:45. അപ്പോൾ നമ്മളിത് ജസ്റ്റ് ഒന്ന് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി പോയി. അപ്പോൾ അതിനടുത്തുള്ള ഒരു ഹോട്ടലിൽ തന്നെയാണ് കയറിയിട്ടുണ്ടായിരുന്നത്, വെജിറ്റേറിയൻ ഹോട്ടലിൽ. ഞാൻ നെയ്റോസ്റ്റ് കഴിച്ചു, പപ്പ വന്നിട്ട് ഒരു പൊങ്കലും കഴിച്ചു. പിന്നെ അവിടെ നിന്ന് നമ്മളൊരു ഓട്ടോ എടുത്ത് നേരെ നമ്മൾ കിംസിലോട്ട് ചെന്നു. നമ്മൾ കറക്റ്റ് ടൈമിന് തന്നെയാണ് എത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ രാവിലെ ആയതുകൊണ്ട് തന്നെ വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ കിംസ് ഹോസ്പിറ്റലിൻ്റെ ഫീലൊന്നും നമുക്ക് ഉണ്ടായിരുന്നില്ല കേട്ടോ. കാരണം അത്രയും ഭയങ്കര വിശാലമായ ഒരു ഹോസ്പിറ്റലാണ്. അതിനകത്ത് ബ്യൂട്ടി പാർലർ, അത്യാവശ്യം ഷോപ്പ് ചെയ്യേണ്ട സാധനങ്ങൾ ഒക്കെ ഉണ്ടായിരുന്നു. കുട്ടികൾക്കൊക്കെ ആണെങ്കിലും ഒരു പ്ലേ ഗ്രൗണ്ട് പോലെ നല്ല അടിപൊളിയായിരുന്നു. പിന്നെ അവിടുത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ് നമ്മൾ ഒരു 10 മണി കഴിഞ്ഞപ്പോഴത്തേനും നമ്മുടെ പരിപാടി കഴിഞ്ഞു. കിംസിലെ നമ്മുടെ ചെക്കപ്പ് എല്ലാം തന്നെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ നമുക്ക് 4:45 നമ്മൾ റിട്ടേൺ ട്രെയിന് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. കാരണം നമ്മൾ ഹോസ്പിറ്റലിൽ ഒരു 4 മണിക്കൂറാണ് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നത്. കാരണം മെയിലിൽ അങ്ങനെ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈവനിങ്ങിലുള്ള ട്രെയിനാണ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ നമ്മളപ്പോൾ വീണ്ടും പോസ്റ്റായി. അപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ ചെന്നു, അവിടെ ഒരു മനുഷ്യനുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വിചാരിച്ചു എന്നാൽ ടൈം സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ലുലു മാളിൽ പോകാമെന്ന് വിചാരിച്ചു. എന്താണെങ്കിലും ട്രിവാൻഡ്രം വരെ വന്നതല്ലേ. അപ്പോൾ ലുലു മാളിൽ 3rd ആനിവേഴ്സറി നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഡെക്കറേറ്റൊക്കെ ചെയ്ത്, പിന്നെ ക്രിസ്മസിൻ്റെ ചെറിയ ഡെക്കറേഷൻസൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ലുലു മാളിൽ കയറി കുറേ സമയം അവിടെ അങ്ങ് സ്പെൻഡ് ചെയ്തു. കോച്ചിന് കളിക്കാൻ വേണ്ടിയിട്ട് കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അവിടെ കുറച്ച് നേരം അവർ സ്പെൻഡ് ചെയ്തു. പിന്നെ ഫുഡ് കഴിച്ചു, ഉച്ചയ്ക്കത്തെ ഫുഡ്. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ കഴിച്ചു. അതിനുശേഷം നമ്മളൊരു 4 മണി ആയപ്പോഴത്തേനും നമ്മൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് തിരിച്ചു പോവാണ്. അപ്പോൾ 4:45 നമ്മുടെ ട്രെയിൻ ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ രാവിലെ വന്നപ്പോഴത്തേനും റെയിൽവേ സ്റ്റേഷനിൽ ചുമ്മാ ആളൊഴിഞ്ഞ കളം പോലെ അങ്ങ് കിടക്കുമായിരുന്നു. പക്ഷേ വൈകുന്നേരം കറക്റ്റ് ടൈമിൽ തന്നെ ട്രെയിൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ട്രെയിനിൽ കയറിയിരുന്നു. പിന്നെ ഒരു 8:45 ആയപ്പോഴത്തേനും നമ്മൾ എറണാകുളത്ത് എത്തി കേട്ടോ. നല്ല ഫാസ്റ്റായിട്ടുള്ള ട്രെയിനായിരുന്നു. ഇച്ചിരി വൃത്തി കുറവുണ്ടായിരുന്നു എന്ന് മാത്രം. അപ്പോൾ അത്രയേ ഉള്ളൂ. തിരിച്ച് വീട്ടിലോട്ട്. ടാറ്റാ, ബൈ ബൈ.